പരിചയമില്ലാത്ത ഭാഷക്കാരുമായിട്ട് നമുക്കെങ്ങനെ സംസാരിക്കാൻ സാധിക്കും? നമ്മുടെ ഭാഷ അവർക്കും അറിയില്ല, അവരുടെ ഭാഷ നമുക്കും അറിയില്ല. എന്ത് ചെയ്യും? ഇനി ഏത് പരിചയമില്ലാത്ത ഭാഷക്കാരുമായിട്ടും നമുക്ക് വളരെ ഈസി ആയിട്ട് സംസാരിക്കാൻ സാധിക്കും. നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാകും, അവർ പറയുന്നത് നമുക്കും മനസ്സിലാകും. ഇതെങ്ങനെയെന്നല്ലേ? ഇതിനായിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം, ഉപയോഗിക്കാം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതി എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ അത് ആവശ്യമില്ല, ഡോണ്ട് അലോ കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ ഒരുപാട് ടാബുകൾ കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തെ ടാബാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ 2 മൈക്കുകൾ കാണാൻ സാധിക്കും. ഈ പച്ച കളറിൽ കാണുന്നത് നമ്മൾ ഉപയോഗിക്കേണ്ട മൈക്കാണ്. പിന്നെ വെള്ള കളറിൽ കാണുന്ന ഈ ഒരു മൈക്ക് ആരാണ് നമ്മളോട് സംസാരിക്കാൻ വരുന്നത് ആ ഭാഷക്കാർ ഉപയോഗിക്കേണ്ട മൈക്കാണ്. ഓക്കെ, ഇവിടെ നമുക്ക് 2 ലാംഗ്വേജ് കാണിക്കുന്നുണ്ട്. ആദ്യത്തെ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ലാംഗ്വേജ് ഏതാണോ അത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ കാണുന്നില്ല എങ്കിൽ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലാംഗ്വേജ് ഇപ്പോൾ ഞാൻ മലയാളം ഇവിടെ ടൈപ്പ് ചെയ്യാണ്, മലയാളം വന്നിട്ടുണ്ട്, അത് സെലക്ട് ചെയ്തു. ഇനി നമ്മളോട് സംസാരിക്കാൻ വരുന്ന അവരുടെ ഭാഷ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഏത് ഭാഷക്കാരാണ് നിങ്ങളോട് സംസാരിക്കാൻ വരുന്നത് ആ ഭാഷ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഹിന്ദിയാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ സെലക്ട് ചെയ്തു. ഭാഷയൊക്കെ ഇവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൈക്ക് ക്ലിക്ക് ചെയ്തിട്ട് സംസാരിക്കാൻ തുടങ്ങാം. എൻ്റെ മൈക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ മൈക്കിൻ്റെ പെർമിഷൻ ചോദിക്കും. ഇവിടെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് മൈക്കിൻ്റെ പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എവിടെ പോകുന്നു? കൃത്യമായിട്ട് ഇവിടെ മലയാളത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഈ മൈക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഭാഷയിൽ ഇവിടെ ഹിന്ദിയിൽ എഴുതി കാണിക്കും. അതുപോലെ തന്നെ അവരെ കേൾപ്പിക്കുകയും ചെയ്യും അവരുടെ ഭാഷയിൽ. ഓക്കെ, ഇവിടെ 2 ഭാഗത്തും സ്പീക്കറിന്റെ ചിഹ്നമുണ്ട്, നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനും സാധിക്കും. ഇനി അവർക്ക് നമ്മളോട് സംസാരിക്കണമെങ്കിൽ ആ മൈക്ക് ക്ലിക്ക് ചെയ്യുക. മേ മാർക്കറ്റ് മേ ജാ രഹാ ഹൂം. കൃത്യമായിട്ട് ഇവിടെ ഹിന്ദിയിൽ വന്നിട്ടുണ്ട്, മലയാളത്തിൽ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇനി മൈക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വോയിസിൽ നമുക്ക് കേൾപ്പിച്ചു തരികയും ചെയ്യും. കൃത്യമായിട്ട് നമുക്ക് ഒരു പേടിയും കൂടാതെ ഏത് ഭാഷക്കാരോടും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി സംസാരിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി ഏത് ഭാഷക്കാരുമായിട്ടും വളരെ ഈസിയായി ധൈര്യമായിട്ട് നിന്ന് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.